നമസ്കാരം. നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം. ദേശാഭിമാനി 2025 ഓഗസ്റ്റ് 1 വെള്ളി. ഹിന്ദുത്വ തീവ്രവാദികളെ വെറുതെ വിട്ടു, തെളിവ് തോറ്റു. പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കം 7 പ്രതികളെയാണ് വെറുതെ വിട്ടത്. സംശയിക്കാൻ ശക്തമായ കാരണങ്ങളുണ്ടെങ്കിലും ശിക്ഷിക്കാൻ തെളിവില്ലെന്ന് വിചാരണ കോടതി. സംശയം മാത്രം മതിയല്ലോ. ദേശീയ അന്വേഷണ ഏജൻസി തെളിവ് നൽകുന്നതിൽ പരാജയപ്പെട്ട മലേഗാവ് സ്ഫോടന കേസിലെ ഹിന്ദുത്വ തീവ്രവാദികളായ എല്ലാ പ്രതികളെയും NIA പ്രത്യേക കോടതി വെറുതെ വിട്ടു. സ്ഫോടനത്തിന് പിന്നിൽ BJP മുൻ MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ അടക്കമുള്ള 7 പ്രതികളാണെന്ന സംശയം ശക്തമായി സ്ഥാപിക്കപ്പെട്ടെങ്കിലും ശിക്ഷിക്കാൻ മതിയായ തെളിവില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി. തെളിവ് സമർപ്പിക്കുന്നതിൽ പ്രോസിക്യൂഷൻ നന്നേ പരാജയപ്പെട്ടു. സംശയത്തിന്റെ ആനുകൂല്യത്തിന് പ്രതികൾ അർഹരാണ്. നീതിയെ പരിഹസിക്കുന്നു CPIM. മലേഗാവ് സ്ഫോടന കേസിലെ കോടതി വിധിയിൽ കടുത്ത നിരാശയും ആശങ്കയുമുണ്ടെന്ന CPIM പോളിറ്റ് ബ്യൂറോ. സ്ഫോടനത്തിൽ 6 നിരപരാധികൾ കൊല്ലപ്പെടുകയും 100ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 17 വർഷത്തിനു ശേഷം വന്ന വിധിയിൽ തെളിവുകളുടെ അഭാവത്തിൽ എല്ലാ പ്രതികളെയും കുറ്റവിമുക്തരാക്കി. അന്വേഷണത്തിലെ പാളിച്ച കാരണം തെളിവില്ലെന്ന് പറഞ്ഞു മുൻ BJP MP പ്രഗ്യാ സിംഗ് ഠാക്കൂർ, വിരമിച്ച ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് തുടങ്ങിയവരെ കുറ്റവിമുക്തരാക്കിയത് നീതിയെ അപഹസിക്കുന്നതിന് തുല്യമാണ്. ഇടതുപക്ഷ MPമാർ ആഭ്യന്തരമന്ത്രിയെ കണ്ടു. ജാമ്യാപേക്ഷ എതിർക്കില്ലെന്ന് ഉറപ്പ് ലഭിച്ചു. ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതിയിൽ എതിർക്കുമെന്ന് ബജരംഗ് ദൾ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലിലാക്കിയതിൽ പ്രതിഷേധിച്ച് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ കൊല്ലം നഗരത്തിൽ നടത്തിയ പ്രകടനം. പരിഹസിച്ച് ട്രംപ്, നാണം കെട്ട് മോദി. അതാണല്ലോ ട്രംപ് എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞ് നടന്ന ഇത്ര നാണം കെട്ടാണല്ലോ അന്നും നടന്നത്. പാർലമെന്റിലെ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മൗനിയായി മോദി. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% തീരുവ ചുമത്തിയിട്ടും ഇന്ത്യയുടെ നിർജീവ സമ്പദ് വ്യവസ്ഥയാണെന്ന് പരിഹസിച്ചിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതികരിക്കാതെ നാണം കെട്ട് മോദി സർക്കാർ. ഇന്ത്യയെ അപഹസിക്കും വിധം സംസാരിച്ചിട്ടും ഫ്രണ്ടിനെ തള്ളിപ്പറയാത്ത മോദി പാർലമെന്റിൽ പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ മൗനിയായി. ഇന്ത്യക്ക് തീരുവ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാകിസ്ഥാനുമായി എണ്ണപ്പാടം വികസിപ്പിക്കുന്നതിന് കരാറിൽ ഏർപ്പെട്ട ട്രംപ് ഒരു ദിവസം പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ നൽകുമെന്ന് പരിഹസിക്കുകയും ചെയ്തു. ഇന്ത്യ റഷ്യയിൽ നിന്ന് ആയുധവും എണ്ണയും വാങ്ങുന്നതിനെയും ട്രംപ് വിമർശിച്ചു. ഇന്ത്യയുടേത് നിർജീവ സമ്പദ് വ്യവസ്ഥയെന്ന് ട്രംപ്. ഇന്ത്യയുടെയും റഷ്യയുടെയും നിർജീവ സമ്പദ് വ്യവസ്ഥകളാണെന്നും അത് വീണ്ടും കൂപ്പുകുത്തുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ റഷ്യയുമായി എന്തു ചെയ്യുന്നുവെന്നത് അമേരിക്കയ്ക്ക് വിഷയമല്ല. ഇന്ത്യക്കും റഷ്യയ്ക്കും നിർജീവ സമ്പദ് വ്യവസ്ഥകളായി ഒരുമിച്ച് കൂപ്പുകുത്താം. ഡിജിറ്റൽ KTU-BC നിയമനം സർക്കാർ പാനലിൽ നിന്ന് വേണമെന്ന് സുപ്രീം കോടതിയും. സർവകലാശാലകളിലെ താൽക്കാലിക വൈസ് ചാൻസലർ നിയമനം സർക്കാർ പാനലിൽ നിന്നാകണമെന്ന് ഹൈക്കോടതി വിധി ശരിവെച്ച് സുപ്രീം കോടതി. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക BC നിയമനം റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ ഗവർണർ നൽകിയ അപ്പീലിൽ ബുധനാഴ്ചയാണ് സുപ്രീം കോടതി ഇത് സംബന്ധിച്ച നിർദ്ദേശം ഇറക്കിയത്. വിധി വളച്ചൊടിച്ച് ഗവർണർ നിയമനം സാധുവാണെന്ന തരത്തിലാണ് വലതുപക്ഷ മാധ്യമങ്ങളും സംഘപരിവാർ കേന്ദ്രങ്ങളും പ്രചരിപ്പിച്ചത്. സാങ്കേതിക സർവകലാശാലയുടെ
നിയമം വകുപ്പ് 13(7), ഡിജിറ്റൽ സർവകലാശാല നിയമം വകുപ്പ് 10(1) എന്നിവയാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. ഇങ്ങനെ നടക്കില്ലേ ഗവർണർ എന്നും പറഞ്ഞ് ഇവിടെ കയറി അവന്മാരെ സംഗീതം കാണിക്കാൻ കോളേജല്ലേ ഉപയോഗിക്കുന്നത്. ദേശാഭിമാനി NIAക്ക് വിട്ടത് ആസൂത്രിത നീക്കം. എഡിറ്റോറിയൽ. 2014 നരേന്ദ്രമോദി അധികാരമേറുമ്പോൾ മതനിരപേക്ഷവാദികൾ പ്രകടിപ്പിച്ച ആശങ്കകൾ ശരിയാണെന്ന് തെളിയിക്കുകയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ന്യൂനപക്ഷ വേട്ടകൾ. മോദി അധികാരത്തിലെത്തിയ ശേഷം വൈദികരും കന്യാസ്ത്രീകളും വിശ്വാസികളുമടക്കമുള്ളവർ സംഘപരിവാറിൻ്റെ കായിക ആക്രമണങ്ങൾക്കും ലൈംഗിക അതിക്രമങ്ങൾക്കും നിരന്തരം ഇരയാകുന്നു. ദേവാലയങ്ങൾ തകർക്കലും നിർബന്ധിതമായി ഹിന്ദുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കലും വിവിധ ക്രിസ്തീയ സഭയുടെ വിദ്യാലയങ്ങളും അനാഥാലയങ്ങളും സെമിത്തേരികളും ആക്രമിച്ച് നശിപ്പിക്കലും പതിവായി. ഇത് ക്രിസ്തുമത വിശ്വാസികളുടെ മനസ്സിൽ അരക്ഷിത ബോധം സൃഷ്ടിക്കുകയാണ്. ഒരു മതത്തിൽ വിശ്വസിക്കാനും മറ്റൊന്നിലേക്ക് മാറാനുമുള്ള അവകാശം ഓരോ പൗരനുണ്ട്. മതവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്ത്രം ധരിച്ചുള്ള യാത്ര പോലും തടയപ്പെടുന്ന സാഹചര്യമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്നത്. വിശ്വാസത്തിൻ്റെ ഭാഗമായാണ് പുരോഹിതരും കന്യാസ്ത്രീകളും ജീവകാരുണ്യ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും നടത്തുന്നത്. അത് തടയുന്നത് മനുഷ്യത്വരഹിതമായ സമീപനം മാത്രമല്ല, ഭരണഘടനയോടുള്ള വെല്ലുവിളി കൂടിയാണ്. 6 ഇന്ത്യൻ കമ്പനികൾക്ക് US ഉപരോധം. അമേരിക്കയുടെ സമ്മർദ്ദത്തെ പ്രതിരോധിക്കണമെന്ന് CPIM. ഇറാനിൽ നിന്ന് പെട്രോൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന 6 ഇന്ത്യൻ കമ്പനികൾക്ക് ഉപരോധം ഏർപ്പെടുത്തി അമേരിക്ക. ഇറാനിൽ നിന്ന് എണ്ണയോ പെട്രോകെമിക്കൽ ഉൽപ്പന്നങ്ങളോ വാങ്ങുന്ന കമ്പനിയും രാജ്യവും US-ഉമായി വ്യാപാരം നടത്തുന്നതിൽ നിന്ന് വിലക്കപ്പെടുമെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് അറിയിച്ചു. ഇറാനെതിരായ അമേരിക്കയുടെ ഉപരോധത്തിൻ്റെ ഭാഗമായാണ് നടപടി. ഇന്ത്യൻ കമ്പനികൾക്ക് നിരോധനം, അതുപോലെ തന്നെ നമ്മുടെ IT കമ്പനികളിൽ ഇന്ത്യക്കാർക്ക് ജോലി കൊടുക്കരുത്. എന്തൊക്കെയാ ഫ്രണ്ട് പറയുന്നതെന്ന് മോദി അറിയുന്നോ ആവോ. ട്രംപ് എൻ്റെ ഫ്രണ്ടെന്ന് പറഞ്ഞ ആളിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. ഇന്ന് സഖാവ് സുർജിത് ദിനം. അമരസ്മരണയായി സഖാവ് സുർജിത്. CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന 1992-2005 വരെ സഖാവ് ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ ഓർമ്മയ്ക്ക് 17 വർഷം. 2008 ഓഗസ്റ്റ് 1 സഖാവ് വേർപിരിഞ്ഞത്. 1916 മാർച്ച് 23 പഞ്ചാബിലെ ബുണ്ഡാലയിൽ ജനിച്ച സുർജിത്ത് രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിൽ ഒരാളായിരുന്നു. 1934 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി അഖിലേന്ത്യാ കിസാൻ സഭയുടെ ജനറൽ സെക്രട്ടറിയും പ്രസിഡന്റായും പ്രവർത്തിച്ചു. VC നിയമനം. RSS അജണ്ടയ്ക്ക് കൈയടിച്ച് UDF പത്രവും. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ചാൻസലറായ ഗവർണർ സർക്കാരുമായി സഹകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ സർക്കാരിന് തിരിച്ചടിയെന്ന നിലയിലാണ് പത്രം അവതരിപ്പിച്ചത്. അതുതന്നെ സംസ്ഥാനത്തെ സർവകലാശാലകളെ പ്രതിസന്ധി സൃഷ്ടിക്കാനും കാവ്യവൽക്കരിക്കാനുമുള്ള നീക്കത്തിന് കൈയടിച്ച് UDF പത്രം. വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നതിൽ ചാൻസലറായ ഗവർണർ സർക്കാരുമായി സഹകരിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശത്തെ സർക്കാരിന് തിരിച്ചടിയെന്ന നിലയിലാണ് പത്രം അവതരിപ്പിച്ചത്. ചാൻസലർ നിയമിച്ച താൽക്കാലിക VCമാർ സർവകലാശാലകളിൽ നിരന്തരം പ്രതിസന്ധി സൃഷ്ടിക്കുകയും വിദ്യാർത്ഥികൾ കൂട്ടക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്ന സാഹചര്യം നിലവിലുള്ളപ്പോഴാണ് അത് തുടരാൻ ഇടയാക്കുന്ന തീരുമാനത്തിൽ പത്രം മതിമറന്ന് ആഘോഷിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കലാക്കിയ നടപടിയിൽ പ്രതിഷേധിച്ച് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ എപ്പിസ്കോപ്പൽ സുന്നദോസ് സഭാധ്യക്ഷൻ ബസേലിയസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിൽ കത്തോലിക്കറ്റ് അരമനയിൽ സംഘടിപ്പിച്ച ഐക്യദാർഢ്യ പ്രഖ്യാപന സദസ്സ്. കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം BJP സംസ്ഥാന നേതൃത്വത്തെ തള്ളി RSSും ഹിന്ദു ഐക്യവേദിയും. വ്യാജ വാർത്തകൾക്കെതിരെ സുരേഷ് കുറുപ്പ്. പാർട്ടി എൻ്റെ രാഷ്ട്രീയ പ്രതിരൂപവും പതാകയും. തനിക്കെതിരെ ചിലർ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പ്രതികരിച്ച് മുതിർന്ന CPIM നേതാവും മുൻ MP-യുമായ അഡ്വക്കേറ്റ് സുരേഷ് കുറുപ്പ്. പാർട്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ പ്രതിരൂപവും പതാകയുമാണെന്നും രാഷ്ട്രീയം മറന്ന ഏതെങ്കിലും സ്ഥാനമാനങ്ങളുടെ പിറകെ പായുന്ന ആളല്ല താനെന്നും സുരേഷ് കുറുപ്പ് ഫേസ്ബുക്കിൽ
കുറിച്ചു. UDFന് കണക്കുമില്ല, കാശുമില്ല. ജീവനും ജീവിതവും മണ്ണിനടിയിലായവരുടെ പേരിൽ കോടികൾ തട്ടിയവരെ എന്തു വിളിക്കണം? സഹായിക്കാനെന്ന മട്ടിലെത്തി ലഭിക്കുമായിരുന്ന സഹായങ്ങൾ പോലും ഇല്ലാതാക്കി പിരിച്ചെടുത്ത പണം സ്വന്തം പോക്കറ്റിലാക്കിയ നേതാക്കൾ ഉളുപ്പില്ലാതെ ഗീർവാണം തുടരുന്നു. തട്ടിപ്പിന്റെ പുനർജനി. VD സതീശൻ പണം പിരിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കില്ലെന്ന് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണ കണ്ടെത്തൽ. ഇനി ഉണ്ടാകുമോ ഒരു പുനർജനി സതീശ? കണ്ണൂരിൽ പിരിച്ചു തകർത്തു. നിർദ്ദേശിച്ചതിലേറെ ഫണ്ട് പിരിച്ചുവെന്നാണ് നേതാക്കൾ തന്നെ പറയുന്നത്. എന്നാൽ നൽകിയത് 2 ബ്ലോക്കിൽ നിന്നുള്ള 5 ലക്ഷം മാത്രം.